അഞ്ജലി, രാജീവ് ഇത് എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് വിളിക്കാന്നറിയോ? നമ്മുടെ പത്മ. ഞാൻ അറിഞ്ഞു. ഐ ആം സോറി. പത്മ പോയി രാജീവ്, പത്മ പോയി. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എടോ, താൻ കരയാതെ. ഞാനും ആകെ പിടിവിട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. താൻ കൂടി ഇങ്ങനെ കരഞ്ഞ. നമ്മൾ ആരെങ്കിലും ഒരാൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. ശരിക്കും ഞാനാ തെറ്റുകാരി, ഞാൻ മാത്രം. അവളെ ഞാൻ ദൂരേക്കൊന്നും പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ടും കരഞ്ഞിട്ടും ഒരു കാര്യമില്ല. സംഭവിക്കാനുള്ളത് കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ഇനി എന്താലോചിക്കാനാ? എല്ലാം അവസാനിച്ചില്ലേ? എന്റെ ഈശ്വരാ, ഞാൻ നേരത്തെ വരാതിരുന്നതിനും ഫോൺ എടുക്കാതിരുന്നതിന് എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ. ഇതാണ് അതിന് പറ്റിയ സന്ദർഭം. എനിക്ക് വയല് പാട്ടത്തിന് തന്നിരുന്ന നാരായണേട്ടന്റെ ഭാര്യ ഇന്നലെ രാത്രി മരിച്ചു. ആക്ച്വലി ഞാൻ അവിടെയായിരുന്നു. അതിനിടയിൽ മൊബൈലിന്റെ ചാർജും തീർന്നുപോയി. ഇന്ന് ഞാൻ തന്നെ കാണാൻ നേരെ കോടതിയിലേക്കാ വന്നത്. അന്നേരം ഞാൻ കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അഞ്ജലി, ഇപ്പോ താനത് ധൃതി വെച്ച് എങ്ങോട്ടേക്കാ പോകുന്നത്? അമ്പാടിയെ ഇവിടെ ജനറൽ ആശുപത്രി കൊണ്ടുവന്നിട്ടുണ്ട്. പത്മയുടെ ബോഡി അവിടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ജാഫർ സാർ വിളിച്ചു പറഞ്ഞു അങ്ങോട്ടേക്ക് പോവാ. ആണോ? എങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാം. ശരിക്കും പത്മയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് അമ്പാടിക്ക് മാത്രമേ പറയാൻ പറ്റൂ. താൻ വാ, നമുക്ക് പോവാം. സത്യം പറഞ്ഞാൽ എനിക്ക് അടപ്രഥമനേക്കാൾ സേമിയ പായസമാണ് ഇഷ്ടം. പക്ഷെ കുടിക്കാൻ നേരത്തെ രണ്ടും പോവായിരിക്കും അല്ലേ? അല്ല, അത് പിന്നെ നമ്മൾ ഈ ആഹാര സാധനങ്ങളൊന്നും പുച്ഛിക്കാൻ പാടില്ലല്ലോ. അതാ എന്റെ ഒരു ലൈൻ. അടയായാലും സേമിയായാലും പായസം പായസം തന്നെയാ അല്ലേ കുഞ്ഞപ്പേട്ട? പിന്നെ അല്ലാതെ. അല്ല, ഈ കൊച്ചു വക്കീൽ ഇത്രയും നേരമായിട്ട് വരാത്തത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശിവരാമൻ സാറല്ലേ ഇരിക്കുന്നത്? ശ്യാമളേച്ചി, ശിവരാമൻ സാർ വന്നു. വന്നോ? എവിടെ പിള്ളേരെവിടെ? എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അതെ ശിവരാമ സാറേ, ഇന്ന് പത്മയുടെ പിറന്നാളാ. ആര്യ പറഞ്ഞപ്പോഴാ ഞങ്ങൾ ഈ കാര്യം അറിയുന്നത്. ആര്യേച്ചി പറഞ്ഞിട്ട് പത്മയ്ക്ക് കൊടുക്കാൻ പിറന്നാൾ ഉടുപ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഞങ്ങള്. റെഡിമെയ്ഡാ, പക്ഷെ ഡിസൈൻ സൂപ്പറാ. സാറ് വേണോ അത് പത്മയ്ക്ക് കൊടുക്കാൻ? അല്ല ശിവരാമേട്ടാ, ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുന്നത്? പത്മ അഞ്ജലി എവിടെ? പത്മ ഇനി വരില്ല, വരില്ല. പത്മ വരില്ലേ? അതെന്ത് പാട്? ഇങ്ങോട്ട് വരാതെ അവള് പിന്നെ എങ്ങോട്ട് പോവാൻ? അല്ലമ്മവ, പത്മ വരില്ല എന്ന് പറഞ്ഞ? വരില്ല എന്ന് പറഞ്ഞ വരില്ല, അത്ര തന്നെ. ഇങ്ങോട്ട് വരാതെ പിന്നെ അവൾ എങ്ങോട്ട് പോയിന്ന് അമ്മാവനീ പറയുന്നേ?
അഞ്ജലിയും കാണുന്നില്ലല്ലോ. ആ അടി ചിലപ്പോഴേ പത്മ അഞ്ജലിയും കൂട്ടി ആ രാജീവിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി കാണും. അതാ നിന്റെ അമ്മാവന് ഇത്ര ദേഷ്യം. അല്ല, അതിനിപ്പോ ശിവരാമേട്ടൻ എന്തിനാ ഇഞ്ചിക്കോണം കാണിക്കുന്നത്? പത്മ നേരത്തെയും അവിടെ പോയി താമസിച്ചിട്ടുള്ളതല്ലേ. ഇതിപ്പോ ഇന്നല്ലെങ്കിൽ നാളെ അവൾ ഇങ്ങോട്ട് തന്നെ വരികയും ചെയ്യും, അത്ര തന്നെ. ശ്ശേ, അമ്മായിയൊന്നും മിണ്ടാതിരിക്കെ, വേറെ എന്തോ പ്രശ്നമുണ്ട്. അമ്മ വാ, സത്യം പറയേ, പത്മ എങ്ങോട്ടാ പോയത്? എന്ത് പറ്റി അവക്ക്? ഇനി എന്തു പറ്റാൻ? എല്ലാവരും ഒരു ദിവസം പോവില്ലേ? അങ്ങോട്ടേക്ക് തന്നെ പത്മയും പോയി. ഇതൊരല്പം നേരത്തെ ആയിരുന്നു മാത്രം. എന്ന് പറഞ്ഞാ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? കാര്യം പറ മനുഷ്യ. പത്മയ്ക്ക് ഇത് എന്തു പറ്റി? ഇനിയും മനസ്സിലായില്ലേ കാര്യം? എന്നാ കേട്ടോ, ട്രെയിൻ ഇടിച്ച് പത്മ മരിച്ചു. ഇനി അവള് എങ്ങോട്ടും വരില്ല. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയില. അഞ്ജലി അങ്ങോട്ട് പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം അവള് വന്നിട്ട് നേരിട്ട് ചോദിച്ചാ മതി. എടോ രാഘവ, താൻ എന്താടോ പോലീസുകാരെ പോലെ എന്നോട് പെരുമാറുന്നേ? എടോ, എനിക്ക് ഈ മരണത്തിൽ ഒരു പങ്കുമില്ലെന്നേ. താൻ എന്നെ ഒന്ന് വിശ്വസിക്കേ. പിന്നെ താൻ തന്നെയല്ലേ പറഞ്ഞത് അവളെ പിടിക്കാൻ നാട് മുഴുവൻ ഗുണ്ടകളെ ഇറക്കി ഉണ്ടകളെ വിട്ടു എന്നൊക്കെ? പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷെ ആ വേട്ടാവളിയന്മാരുടെ കയ്യിൽ നിന്ന് അവള് തപ്പിച്ചു പോയി. അവരല്ല അവളെ കൊന്നത്. അതുകൊണ്ടാണ് ഇത് തന്റെ പ്ലാൻ ബി ആണോ എന്ന് അറിയാനുള്ള തന്ത്രപ്പാടിൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പതേ താൻ എന്നെ പിടിച്ച് തൃശൂലത്തിൽ കയറ്റുന്നു. തന്നെ ശൂലത്തിൽ കയറ്റാൻ വേണ്ടി ചോദിച്ചതല്ല. തനിക്കറിയാലോ, ഈ കേസ് തുടങ്ങിയ ആദ്യകാലം മുതൽ തന്നെ നമ്മൾ ഇത്തരം ഔട്ട് ഓഫ് കോർട്ട് കലാപരിപാടികളോടെയാണല്ലോ ഈ കേസ് നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതില് കുറച്ചൊക്കെ വർക്കായി, ചിലതെല്ലാം പാളിപ്പോയി. പക്ഷേ ഇവിടെ നടന്നതും നടക്കാത്തതുമായ സകല സംഭവങ്ങളുടെയും കാരണക്കാരൻ നമ്മളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നമ്മളെ പ്രതിസ്ഥാനത്ത് നിർത്താനേ അവൾ ശ്രമിക്കൂ. അതാണ് പ്രശ്നം. എടോ, അത് അവൾ അങ്ങ് സ്വയം തീരുമാനിച്ചാ മതിയോ? നമുക്ക് ഈ കൊലയുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണ്ടേ രാഘവ? അയ്യോ കഷ്ടം. എടോ, ഇല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കലാണ് ഒരു വക്കീലിന്റെ മിടുക്ക്. അതവൾ വെടുപ്പായിട്ട് ചെയ്യും. അവളെ അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണന്റെ മകളാ. അത് ഇന്നാ എനിക്ക് മനസ്സിലായത്. അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ? അതേതാ പുതിയ കഥാപാത്രം? കഥാപാത്രം പുതിയതൊന്നുമല്ല, അതൊരുപാട് പഴയതാ. എന്റെയും തന്റെയും ഭൂതകാലത്തെ ഒരേ ഒരു ശത്രു, അയാളുടെ പേരാണ് ശിവരാമകൃഷ്ണൻ. താൻ പണ്ട് ലോക്കപ്പിൽ കെട്ടിത്തൂക്കിപ്പിച്ച ആൻഡപ്പിന്റെയും അതിന്റെ പേരിൽ ഇന്നും ജയിലിൽ കഴിയുന്ന പഴയ പോലീസുകാരൻ സതീശന്റെ കാര്യം ഓർത്താ മതി. അയാൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായവന്റെ അളിയനാണ് ഈ ശിവരാമകൃഷ്ണൻ. ഓ, അത് ശരി. അപ്പൊ അതാണ് അഡ്വക്കേറ്റ് അഞ്ജലി നമ്മളെ ടാർഗറ്റ് ചെയ്ത് നീങ്ങുന്നത്. കറക്റ്റ്. ഇന്ന് രാവിലെ അയാൾ കോടതിയിൽ വന്നിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാനും അയാളുമായിട്ട് മുഖാമുഖം ഒന്ന് കോർത്തു. അഞ്ജലിയുടെ മുമ്പിൽ വെച്ച് തന്നെ.
വർഷങ്ങൾക്കിപ്പുറം തന്റെ പതനം നേരിട്ട് കാണാൻ ഈ കോടതി മുറ്റത്ത് നേരിട്ടെത്തിയത്. എന്റെ പതനോ? വാട്ട് യു മീൻ? ജീവിതത്തിൽ ഇന്നേ വരെ തോൽവി എന്താണെന്നറിയാത്ത അഡ്വക്കേറ്റ് രാഘവനും തോൽവിയുടെ കയ്പെന്താണെന്ന് അറിയാൻ പോകുന്ന ദിവസമാണിന്ന്. ചേടാ, ഇതിപ്പോ പിടിച്ചതിനേക്കാളും വലുതാണ് അളയിലെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. കുറുപ്പങ്കിളെപ്പോ വന്നു? ഞാനൊന്ന് പാർലർ വരെ പോയതാ, അല്പം ലേറ്റ് ആയി പോയി. നീ ആ അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണന്റെ മകളാണല്ലേടി? അഡ്വക്കേറ്റ് അഞ്ജലിയുടെ സ്വന്തം ചേച്ചി? മിണ്ടിപ്പോകരുത് നീ. ഇന്നാണ് എനിക്ക് നിന്റെ അച്ഛൻ ആരാണെന്ന് മനസ്സിലായത്. ഇത്രയും കാലം നീ എന്റെ തോളിലിരുന്ന് ചെവി അടിക്കായിരുന്നല്ലേ ഇവിടുത്തെ രഹസ്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ. താൻ എന്ത് വർത്തമാനോടോ ഈ പറയുന്നേ? തന്റെ തോളിലിരുന്ന് ചെവി കടിക്കാനായിരുന്നെങ്കിൽ പിന്നെന്തിനാ അർജുന്റെയും കാവ്യയുടെയും കല്യാണത്തിന് വേണ്ടുന്ന ഒത്താശകളെല്ലാം ഇവള് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നത്? ഈ കേസിൽ നിർണായകമായ CCTV ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ എന്തെല്ലാം തെളിവുകളാ എവളായിട്ട് നമുക്ക് സംഘടിപ്പിച്ചു തന്നത്? അതെല്ലാം താനങ്ങ് മറന്നു. മോളെ അനുപമേ, നീ ശിവരാമകൃഷ്ണന്റെ മകളാണെന്ന് അറിഞ്ഞ ഷോക്കില് രാഘവൻ അങ്ങനെ റിയാക്ട് ചെയ്തു പോയതാ. നീ അത് കാര്യമാക്കണ്ട, അങ്ങ് വിട്ടുകള. സാരമില്ല അങ്കിൾ, ഇതിൽ അങ്കിളിനെ കുറ്റം പറയാൻ പാടില്ല. എല്ലാ അങ്കിളിനോട് നേരത്തെ തന്നെ തുറന്ന് പറയായിരുന്നു. അത് ചെയ്യാത്തതാ ഞാൻ ചെയ്ത തെറ്റ്. അങ്കിൾ പ്ലീസ്, ആ വീടുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് വന്ന എനിക്ക് ശിവരാമകൃഷ്ണൻ എന്നത് ഒരു അടഞ്ഞ അധ്യായവാ. അതുകൊണ്ടാ അതേക്കുറിച്ച് ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നതും. ഇന്ന് ഞാൻ ഈ ശംഖചക്രം തറവാടിന്റെ മരുമകളാ, ശിവരാമകൃഷ്ണന്റെ മകളല്ല. അതാ ആ പത്മയുടെ കേസിൽ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നെ. ആ കേസ് കഴിഞ്ഞു വച്ചേ. പത്മ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടോ? അതെ, തമിഴ്നാട് ബോർഡറില് തക്കലയ്ക്ക് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിൽ നിന്നും അവളുടെ ബോഡി കിട്ടിയെന്ന്. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു? അതാണ് ഞങ്ങൾക്കും പിടികിട്ടാത്തത്. എനിക്കോ കാർത്തിക്കിനോ ഇതിൽ യാതൊരു പങ്കുമില്ല. ഇതേ രാഘവൻ പറയുന്നത് ഇയാളും അത് അറിഞ്ഞിട്ടില്ലെന്നാ. അപ്പൊ പിന്നെ അത് ആര് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം അല്പം കടത്തി ഞാനൊന്ന് ചോദിക്കട്ടെ. തുറന്നു പറ, ഈ പത്മയുടെ മരണത്തിൽ നിനക്കെന്താണ് റോള്? എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ സ്പെഷ്യൽ ഒബ്സർവേഷൻ റൂം ഏതാ? സ്പെഷ്യൽ ഒബ്സർവേഷനോ? അവിടെ പേഷ്യൻസ് ഒന്നും ഇല്ലല്ലോ. അല്ല, തക്കലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തൊരു പേഷ്യന്റ്, പേര് അമ്പാടി. പുള്ളിക്കാരനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. ഓ, ആ പോലീസ് കേസാണല്ലേ? ആ, അതിവിടെ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ മതി. ആ, ഓക്കെ, താങ്ക് യു. അഞ്ജലി വാ.
തൽക്കാലം ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ശരി ഡോക്ടർ. ഇത് കഴിഞ്ഞിട്ട് ഡ്രിപ്പ് സ്റ്റോപ്പ് ചെയ്തോളൂ. സോഡിയം ലെവൽ നോക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്ന് ഞാൻ പിന്നീട് പറയാം. ശരി ഡോക്ടർ. എന്താ? ആ തക്കലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വന്ന അമ്പാടി എന്ന് പറയുന്ന പേഷ്യന്റ് ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല പോലീസിന്റെ പെർമിഷൻ ഇല്ലാതെ ആരെയും കാണിക്കാൻ പറ്റില്ല. അയ്യോ, CA നന്ദകുമാർ സാറിനാണ് ഈ പേഷ്യന്റിന്റെ ചുമതല. സാർ ഇപ്പോൾ വരും, നിങ്ങൾ സാറിനോട് ചോദിക്കുക. CI നന്ദകുമാർ. ഈ CIയുടെ കാര്യം ജാഫർ സാർ പറഞ്ഞിരുന്നു. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ ഡ്യൂട്ടിഫുൾ ഓഫീസറാണ്. വാ നമുക്ക് നോക്കാം. നമസ്കാരം സർ. നമസ്കാരം. എന്റെ പേര് അഞ്ജലി, അഡ്വക്കേറ്റ് അഞ്ജലി. ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അമ്പാടിയുടെ കാര്യം അന്വേഷിക്കാൻ. ഓ, അഡ്വക്കേറ്റ് അഞ്ജലി. യെസ് യെസ് യെസ്. വക്കീലിനെ കുറിച്ച് ജാഫർ പറഞ്ഞിട്ടുണ്ട്. ജാഫർ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അമ്പാടിയുടെ കാര്യം അന്വേഷിക്കാൻ. ഓ, അഡ്വക്കേറ്റ് അഞ്ജലി. യെസ് യെസ് യെസ്. വക്കീലിനെ കുറിച്ച് ജാഫർ പറഞ്ഞിട്ടുണ്ട്. ജാഫർ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഇത് സാർ, ഇതെന്റെ ഫ്രണ്ട് രാജീവാ. ആക്ച്വലി ഞങ്ങൾ 3 പേരും സുഹൃത്തുക്കളാ. ഞാനും രാജീവും അമ്പാടിയും. സാർ, അമ്പാടി ഒന്ന് കാണാൻ. യെസ് ഓഫ് കോഴ്സ് യു ക്യാൻ. വരൂ. താങ്ക് യു സർ. വാ. സർ വരൂ. ഡോക്ടർ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഹെൽത്ത് കണ്ടീഷൻ സ്റ്റേബിളാ, പക്ഷേ ആളിപ്പോഴും സെഡേഷനില്ല. മൊഴിയെടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നില്ല. ഓ, പേഷ്യന്റ് കോൺഷ്യസിലായി. അല്പം റെസ്റ്റ് എടുക്കട്ടെ. പൂർണ്ണമായും നോർമാലിറ്റിയിൽ എത്തിയിട്ട് മതി പോലീസിന്റെ മൊഴിയെടുപ്പും മറ്റു ഫോർമാലിറ്റീസും ഒക്കെ. ആ ശരി ഡോക്ടർ. ഓക്കെ. നിങ്ങളിൽ ഒരാൾ ഇവിടെ കാണണം. വിവരങ്ങൾ അറിയാൻ ഞാൻ വിളിക്കും. പേഷ്യന്റിന്റെ അവസ്ഥ നിങ്ങളും കണ്ടതാണല്ലോ. കേസ് അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് അമ്പാടിയിൽ നിന്നും ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, നമുക്കൊരല്പം കൂടി വെയിറ്റ് ചെയ്യാം. എന്താ? ശരി സർ. നിങ്ങൾക്ക് 2 കാര്യത്തിൽ സമാധാനിക്കാം. ഒന്ന്, അമ്പാടിയെ ട്രീറ്റ്മെന്റിനായി കേരളത്തിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. 2, ഈ കേസിന് പിന്നിലെ ഉള്ളുകള്ളികൾ കണ്ടെത്താൻ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. അതിനായി ഏതറ്റം വരെ പോവാനും ഞാൻ ഒരുക്കുക. യു ക്യാൻ ട്രസ്റ്റ് മീ. അറിയാം സർ. സാറിനെ കുറിച്ച് ജാഫർ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അഞ്ജലി വക്കീലിന്റെ വീരസാഹസിക കഥകളെക്കുറിച്ച് ജാഫർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിലുള്ള തൻ്റെ ഒരു സ്പിരിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. താൻ ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് ഒരുമിച്ച് നിന്നൊരു പിടി പിടിക്കാന്നേ. അമ്പാടിയും പത്മയും ഈ ഗതിയിലാക്കിയവരെ നമുക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ശത്രുക്കൾക്ക് മുന്നിൽ തെളിയിക്കണം നമ്മൾ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോമിന്റെ വില എന്താണെന്ന്. ഷുവർ സർ. ആൻഡ് താങ്ക് യു ഫോർ ദി സപ്പോർട്ട്. യു ആർ വെൽക്കം. ആ പിന്നെ ഇയാളുടെ ബന്ധുക്കളെ വിവരം അറിയിക്കണ്ടേ? അല്ല, അത് പിന്നെ സർ ഞാൻ അറിയിച്ചോളാം സർ.
എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് അമ്പാടി. ഫാമിലി ഫ്രണ്ട്സ്. ഓക്കെ ദൻ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. സർ സർ, പത്മ ബോഡി മോർച്ചറിയിലുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടനെ വിട്ടുകിട്ടും. പക്ഷേ ആളിനെ കാണാൻ ശ്രമിക്കണ്ട. ആകെ കൂടി തുന്നിക്കെട്ടിയ അവസ്ഥയിലാവും ബോഡി. പത്മയെ തീർത്ത് കളയാൻ ഇവള് കൊട്ടേഷൻ കൊടുത്തത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഏതായാലും ദഹനം നടന്നില്ലല്ലോ. ഈ കിടക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച പത്മാകുമാരി ആകണമെന്നില്ല.